അല്ല, ഇതൊരു യുദ്ധമേ അല്ല. ഇതിനെ അങ്ങനെ വിളിക്കുന്നത് ഒരുപക്ഷെ ശരിയല്ല. ഇത് അതിലും വലുതാണ്. ചരിത്രത്തിന്റെ ഗതി മാറ്റിക്കുറിച്ചൊരു നിമിഷം. പ്രപഞ്ചം തന്നെ ശ്വാസമടക്കി പിടിച്ച് നോക്കി നിന്ന ഒരു സംഭവം. അതെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് ജഡായു എന്ന ആ ഇതിഹാസ പക്ഷിയുടെ കഥയാണ്. ധർമ്മത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ആ അവിസ്മരണീയമായ പറക്കലിന്റെ കഥ. നമ്മുടെ കഥ തുടങ്ങുന്നത് ആകാശത്തു നിന്നാണ്. അവിടെ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു രാജാവിന്റെ ഹൃദയഭേദകമായ കാഴ്ചയോടെ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആകാശത്തിന്റെ അധിപനായിരുന്ന ഒരാൾ പറക്കാനുള്ള ചിറകുകൾ നഷ്ടപ്പെട്ട് നിസ്സഹായനായി ഭൂമിയിലേക്ക് പതിക്കുകയാണ്. എന്തൊരു ദയനീയമായ കാഴ്ചയാണത്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയും ശക്തനായ ആകാശത്തിന്റെ കാവൽക്കാരനായ ഒരാൾക്ക് എങ്ങനെ ഈ ഗതി വന്നു? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? നമുക്ക് കണ്ടുപിടിക്കാം. ആ വീഴ്ചയുടെ കാരണം തേടി നമുക്ക് കുറച്ചൊന്ന് സമയത്തിൽ പിന്നോട്ട് സഞ്ചരിക്കണം. എല്ലാം മാറിമറിഞ്ഞ ആ നിർണായക നിമിഷത്തിലേക്ക്, ആകാശത്ത് ഒരേ ഒരു സാക്ഷിയുണ്ടായിരുന്ന ആ നിമിഷത്തിലേക്ക്. ആനായിരുന്നു ഈ ജഡായു? വെറുമൊരു കഴുകനായിരുന്നില്ല അദ്ദേഹം ഗൃധ്രരാജനായിരുന്നു, കഴുകന്മാരുടെ രാജാവ്. പോരാത്തതിന് ശ്രീരാമന്റെ പിതാവായ ദശരഥ മഹാരാജാവിന്റെ ഉറ്റ ചങ്ങാതിയും. അതുകൊണ്ട് തന്നെ ഇക്ഷ്വാകു വംശത്തോടുള്ള കൂറ് അദ്ദേഹത്തിന് വെറുമൊരു വാക്കായിരുന്നില്ല, അതൊരു വ്യക്തിപരമായ കടമയായിരുന്നു. ഈ കഥയുടെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ധർമ്മം എന്ന ഒറ്റ വാക്കിലുണ്ട്. വെറുമൊരു വാക്കല്ലാതെ ശരിയും തെറ്റും തമ്മിലുള്ള അതിർവരമ്പാണ്. ഓരോ ജീവജാലവും പിന്തുടരേണ്ട നീതിയുടെ പാത. ജഡായുവിനെ മുന്നോട്ട് നയിച്ചതും ആ ഒരൊറ്റ ശക്തിയാണ്, ധർമ്മം. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ ഇരിപ്പിടമായ വിന്ധ്യപർവ്വതത്തിനു മുകളിൽ നിന്ന് ജഡായു ആ കാഴ്ച കണ്ടു. അധർമ്മത്തിന്റെ ഏറ്റവും ഭീകരമായ രൂപം. ലങ്കാധിപതിയായ രാവണൻ സീതാദേവിയെ ബലമായി തട്ടിക്കൊണ്ടുപോകുന്നു. ആ കാഴ്ച കണ്ട നിമിഷം ജഡായുവിന്റെ സിരകളിലെ ധർമ്മബോധം ആളിക്കത്തി. ഒട്ടും ഭയമില്ലാതെ അദ്ദേഹം ആകാശത്തേക്ക് കുതിച്ചുയർന്നു. രാവണന്റെ വഴി തടഞ്ഞു. എന്നിട്ട് ഗർജിച്ചു, "നിൽക്കൂ രാവണ, നിൽക്കൂ പാവി! അന്യന്റെ ഭാര്യയെ മോഷ്ടിക്കുന്നത് ഒരു ഭീരുവിന്റെ ഏറ്റവും നീചമായ പ്രവൃത്തിയാണ്." അതോടെ ആകാശത്ത് ആ ഇതിഹാസ പോരാട്ടത്തിന് തുടക്കമായി. വെറുമൊരു യുദ്ധമായിരുന്നില്ല അത്. ധർമ്മം അധർമ്മത്തോട് നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. നോക്കൂ, ഈ പോരാളികളെ നോക്കൂ. ഒരു വശത്ത് വിശ്വസ്തതയും ധർമ്മവും മാത്രം ആയുധമാക്കിയ ജഡായു, മറുവശത്തോ അഹങ്കാരവും അഹന്തയും ഒപ്പം ദിവ്യായുധങ്ങളുടെ പിൻബലവുമുള്ള രാവണൻ. ശരിക്കും ശക്തിയും ശരിയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. പ്രായം ഒരുപാടുണ്ടായിരുന്നെങ്കിലും ജഡായുവിന്റെ പോരാട്ടവീര്യം അവിശ്വസനീയമായിരുന്നു. തന്റെ വജ്രം പോലെയുള്ള കൊക്കുകൊണ്ടും കൂർത്ത നഖങ്ങൾ കൊണ്ടും അദ്ദേഹം രാവണനെ ആക്രമിച്ചു. കൂറ്റൻ ചിറകുകൾ കൊണ്ട് ആഞ്ഞടിച്ചു. എന്തിന്? രാവണന്റെ വില്ലുവരെ അദ്ദേഹം മുടിച്ചു കളഞ്ഞു. ഒരു നിമിഷത്തേക്ക് ലങ്കയുടെ രാജാവ് പോലും പകച്ചുകൂടി. പക്ഷേ ആ പോരാട്ടം രാവണന്റെ അഹന്തയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. വെറുമൊരു പക്ഷി തന്നെ തോൽപ്പിക്കുകയോ? അപമാനിതനായ രാവണൻ തന്റെ തുറുപ്പുചീട്ട് പുറത്തെടുത്തു. ആർക്കും തടുക്കാനാവാത്ത ദിവ്യായുധം ചന്ദ്രഹാസം. പിന്നെ സംഭവിച്ചത് ക്രൂരമായിരുന്നു. ആ ഒറ്റ വെട്ടിന് രാവണൻ ജഡായുവിന്റെ അഭിമാനമായിരുന്ന, ശക്തിയായിരുന്ന ആ രണ്ട് ചിറകുകളും ഒരു ദയവുമില്ലാതെ വെട്ടിമാറ്റി. അതെ, ആകാശത്തിലെ യുദ്ധം അവിടെ അവസാനിച്ചു. പക്ഷേ ജഡായുവിന്റെ യഥാർത്ഥ ദൗത്യം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ വീഴ്ച ഒരു തോൽവിയായിരുന്നില്ല, അതൊരു വഴികാട്ടിയായിരുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിയാണ്, സൈനികമായി നോക്കിയാൽ അതൊരു പരാജയമായിരുന്നു. പക്ഷെ ധാർമ്മികമായി അതൊരു വിജയമായിരുന്നില്ലേ? കാരണം ജഡായുവിന്റെ ലക്ഷ്യം അതല്ലായിരുന്നു. എന്തൊരു തന്ത്രപരമായ നീക്കമായിരുന്നത്! ചിറകറ്റി വീഴുമ്പോഴും വെറുതെ താഴേക്ക് പതിക്കുകയായിരുന്നില്ല ജഡായു. ശ്രീരാമനും ലക്ഷ്മണനും തന്നെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നൊരു സ്ഥലത്തേക്ക് അദ്ദേഹം ബോധപൂർവം തന്റെ ശരീരത്തെ നയിക്കുകയായിരുന്നു. തോൽവിയിലും അദ്ദേഹം ജയിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പമ്പാ തടാകത്തിനടുത്ത് വന്നു വീണു. ആ വീഴ്ചയുടെ ആഘാതത്തിലും അദ്ദേഹം ജീവൻ മുറുകെ പിടിച്ചത് ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയായിരുന്നു, ആ നിർണായകമായ സന്ദേശം ശ്രീരാമന് കൈമാറാൻ. അപ്പോൾ എങ്ങനെയാണ് ആ ത്യാഗം രാമായണത്തിന്റെ തന്നെ ഗതി മാറ്റിയ ഒരു വലിയ വിജയമായി മാറിയത്? നമുക്ക് നോക്കാം. ഇതായിരുന്നു ആ ത്യാഗത്തിന്റെ യഥാർത്ഥ ഫലം. ഒന്നാമതായി, അദ്ദേഹം രാവണന്റെ യാത്രയെ വൈകിപ്പിച്ചു, വിലയേറിയ സമയം നേടിക്കൊടുത്തു. രണ്ടാമതായി, ആരാണ് സീതയെ കൊണ്ടുപോയതെന്നും എങ്ങോട്ടാണ് പോയതെന്നും പറയാൻ അദ്ദേഹം മാത്രമായിരുന്നു ഏകദൃക്സാക്ഷി. ആ വിവരമില്ലായിരുന്നെങ്കിൽ പിന്നെന്ത് ചെയ്യുമായിരുന്നു? മൂന്നാമതായി, ധർമ്മത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിലെ ആദ്യത്തെ പോരാളി ജഡായു ആയിരുന്നു. ആ വലിയ യുദ്ധത്തിന് ഒരു തുടക്കമിടുകയായിരുന്നു അദ്ദേഹം. ഒടുവിൽ സീതയെ തേടി അലഞ്ഞ ശ്രീരാമനും ലക്ഷ്മണനും ജഡായുവിനെ കണ്ടെത്തി.
തൻ്റെ അവസാന ശ്വാസം വരെ പിടിച്ചു നിന്ന അദ്ദേഹം നടന്നതെല്ലാം അവരോട് വിവരിച്ചു. അതോടെ വഴിമുട്ടി നിന്ന അവരുടെ അന്വേഷണത്തിന് ഒരു പുതിയ ദിശാബോധം കിട്ടി. ആ ത്യാഗത്തിന് ശ്രീരാമൻ നൽകിയ ബഹുമാനം എത്ര വലുതായിരുന്നെന്നറിയാമോ? സ്വന്തം പിതാവിന് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നൽകി ഒരു രാജാവിനും അപ്പുറം ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് അദ്ദേഹം ജടായുവിന് നൽകിയത്. ആ നിസ്വാർത്ഥമായ ത്യാഗത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ നിർത്താം. എപ്പോഴാണ് ഒരു തോൽവി യഥാർത്ഥത്തിൽ ഒരു വിജയമായി മാറുന്നത്? ജടായുവിൻ്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ചിലപ്പോൾ ഏറ്റവും വലിയ വിജയങ്ങൾ വരുന്നത് ഏറ്റവും വലിയ ത്യാഗങ്ങളിലൂടെ ആയിരിക്കും. ശരിയല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.